ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ സിസ തോമസിനെ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി സജിത് ഗോപിനാഥിനെ നിയമിക്കാൻ ചാൻസലർ തീരുമാനിച്ചു. ആ തീരുമാനത്തെ കേരള മന്ത്രിസഭ സഹർഷം സ്വാഗതിച്ചു. ഇതോടുകൂടി ഗവർണറും സംസ്ഥാന മന്ത്രിസഭയും തമ്മിലുള്ള പ്രശ്നം മിക്കവാറും കോംപ്ലിമെന്റ്സ് ആയി എന്ന് വേണം വിചാരിക്കാൻ. എത്ര നാളായി ഈ വിഴുപ്പലക്കൽ തുടങ്ങിയിട്ട്? ആരിഫ് മുഹമ്മദ് ഖാനുള്ള കാലത്താണ്. അദ്ദേഹം എടുത്ത ചില നിലപാടുകളോട് കേരള സർക്കാരിന് വലിയ നീരസം തോന്നി. ഗവർണറെ ഓണാഘോഷത്തിന് വിളിക്കാതിരിക്കുക, ഗവർണറെ ക്രിസ്മസ് ആഘോഷത്തിന് വിളിക്കാതിരിക്കുക, ഗവർണർ രാജ്ഭവനിൽ ഒരുക്കുന്ന വിരുന്നുകളിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പങ്കെടുക്കാതിരിക്കുക, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മറ്റ് മന്ത്രിമാർ പങ്കെടുക്കാതിരിക്കുക, പങ്കെടുക്കുന്ന മന്ത്രിമാർ തന്നെ തേയില സൽക്കാരത്തിന് നിൽക്കാതിരിക്കുക എന്നിങ്ങനെ പെറ്റി ലെവലിലേക്ക് ഇത് പുരോഗമിച്ചു, അല്ലെങ്കിൽ വളർന്നു പന്തലിച്ചു. മുഖ്യമന്ത്രിക്ക് ആരിഫ് ഖാന്റെ പേര് കേൾക്കുന്നത് ചതുർത്ഥിയായി. ആരിഫ് ഖാനെ വഴിയിൽ തടയും എന്ന് SFIക്കാർ പ്രഖ്യാപിച്ചു. സഖാവ് ആർഷോ, സഖാവ് അനുശ്രീ മുതലായ ആളുകൾ ഗവർണർക്കെതിരായിട്ട് തീ തുപ്പി. സംഘി ഗവർണർ ഗോ ബാക്ക്, സർവകലാശാല ഗവർണർ തന്തയുടെ വകയല്ല എന്നൊക്കെ ഇവർ ബാനറുകൾ, പോസ്റ്ററുകളൊക്കെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വളപ്പിൽ ചാൻസലർ കാലെടുത്ത് ഔട്ടാൻ സമ്മതിക്കുകയില്ല എന്ന് SFIക്കാർ പ്രഖ്യാപിച്ചു. ഉപരോധം ഏർപ്പെടുത്തി. ഗവർണറാണെങ്കിൽ കോഴിക്കോട് മിഠായി തെരുവിൽ കൂടി പദയാത്ര നടത്തി അതിന് പകരം വീട്ടി. ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ടായി. അതിനിടയ്ക്ക് കേരള സർക്കാർ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനായിട്ട് നിയമ ഭേദഗതി കൊടുത്തു. ചാൻസലർ അതിൽ ഒപ്പിടാതെ കുറെ നാൾ വച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് രാഷ്ട്രപതിക്ക് അയച്ചു. അങ്ങനെ ഒരു നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് ചില വൈസ് ചാൻസലർമാരെ നിയമനം റദ്ദാക്കാനായിട്ട് പുള്ളി നടപടിയെടുത്തു. അവർ കോടതിയിൽ പോയി. കണ്ണൂർ സർവകലാശാല ഗവർണറെ പുനർനിയമിച്ച് തെറ്റായിപ്പോയി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന് എന്താണ് സ്ഥാനം വേറൊരാളെ ഏൽപ്പിക്കുക പോലും ചെയ്യാതെ, ഊരിയ പേനയുടെ ടോപ്പ് പോലും അടക്കാൻ സൗകര്യം കിട്ടാതെ സർവകലാശാല ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങി പോകേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇപ്പൊ ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ പ്രശ്നം വന്നത്. അത് സുപ്രീം കോടതി വരെ എത്തി. ഗവർണർ പറയുന്ന ആളുകളെ സർക്കാരിന് സ്വീകാര്യമല്ല, സർക്കാർ പറയുന്നവരെ ഗവർണർക്ക് സ്വീകാര്യമല്ല. ആരിഫ് ഖാൻ മാറി 6 ഏക്കർ വന്നിട്ട് മാനി യാതൊരു മാറ്റമുണ്ടായില്ല. അങ്ങനെ ചട്ടിയും കാലമായിട്ട് തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുധാംശു ധൂലിയ ചെയർമാനായിട്ടൊരു കമ്മിറ്റി രൂപീകരിക്കും. ആ കമ്മിറ്റി ചില പേരുകൾ കൊടുക്കും. ഗവർണറുടെ ലിസ്റ്റും അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ലിസ്റ്റും കളഞ്ഞ് സുപ്രീം കോടതി തന്നെ ചില ആളുകളെ നിയമിക്കും എന്ന ഘട്ടം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി മന്ത്രി രാജീവിനെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ പ്രിയങ്കരിയായ ബിന്ദു ടീച്ചറെയും അങ്ങോട്ട് അയച്ചു. അവരത് വർത്തമാനമൊക്കെ പറഞ്ഞു. ഗവർണർ ചായ കൊടുത്തു, ചായ കുടിച്ചു. മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഗവർണർ ചോദിച്ചു, മുഖ്യമന്ത്രിക്ക് പറയണ്ടേ മുഖ്യമന്ത്രി പറഞ്ഞു. അല്ലാണ്ട് ഈ പാറായി തരകൻ്റെ അവിടെ കല്യാണത്തിന് തരകൻ വിളിക്കണം, തരകൻ്റെ പറമ്പിൽ കുടിയാൻ വിളിച്ചാൽ പോരാ എന്ന് പറഞ്ഞ് ഇവരെ ഇറക്കി വിടുകയാണ്. അങ്ങനെ അവിടുന്ന് ലഭ്യരായിട്ട് ഇവർ പോയി. അവസാനം ഗതിയും ഗത്യന്തരവും ഇല്ലാത്ത സമയത്ത് ഇവർ സർക്കാർ പറഞ്ഞു ഒരേ ഒരു കാര്യം, ആരെ വേണമെങ്കിലും നിയമിക്കാം, ഗവർണർ പറഞ്ഞ ആരെ വേണമെങ്കിലും വൈസ് ചാൻസലറാക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല. ആ സിസ തോമസ് എന്ന് പറഞ്ഞ സ്ത്രീയെ മാത്രം പരിഗണിക്കരുത്. അവരാണ് ഞങ്ങളെ നാണം കെടുത്തിയത്. അവരെ നിയമിച്ച പ്രശ്നത്തിലാണ് ഞങ്ങൾ ആരിഫ് ഖാനായിട്ട് തെറ്റിയത്. അവരെ പിന്നീട് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ചുമതല കൊടുത്തത് ഞങ്ങളെ ലഭ്യരാക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ശമ്പളവും അതുപോലെ റിട്ടയർ ചെയ്തപ്പോൾ പെൻഷൻ ഗ്രാറ്റുവിറ്റി കൊടുക്കാതിരുന്ന പോലും ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരെ ഇനി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാക്കാന്ന് പറഞ്ഞാൽ സഖാവ് പിണറായി വിജയൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ഗവർണർ പറഞ്ഞു. എനിക്കും പറയാനുള്ളത് തന്നെയാണ്. വേറെ ഏത് കാര്യത്തിലൂടെ വിട്ടുവീഴ്ചയാം, പക്ഷെ ഡോക്ടർ സിസ തോമസിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇതാണ് ഗവർണറുടെ നിലപാട്. മാത്രമല്ല, ഈ സിസ തോമസിന്റെ കാര്യത്തിലാണ് നേരത്തെ നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാവ, അതായത് കോട്ടയം കഞ്ഞിക്കുഴിക്ക് അപ്പുറത്ത് ദേവലോകം എന്നൊരു സ്ഥലമുണ്ട്. ദേവലോകം ബാവ പറഞ്ഞു ഇവിടെ ഈ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത് എന്ന് ഉദ്ദേശിച്ചത് സിസ തോമസിന്റെ കാര്യത്തിലാണ്. അപ്പൊ ഇനി തെരഞ്ഞെടുപ്പ് അടുത്തേക്കുന്ന സമയത്ത് കാതോലിക്ക ബാവയെ വേർപ്പിച്ചു എന്ന് പറയണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഏതായാലും പിണറായി വിജയൻ കീഴടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ സിസ തോമസ് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിതയായിരിക്കും. അവരെ അഭിനന്ദിക്കും. അവരെ ആ സ്ഥാനത്ത് എത്തിച്ച ബഹുമാനപ്പെട്ട ഗവർണറെയും അഭിനന്ദിക്കും.
അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ പിണറായി വിജയനെ പിന്നെ അനുമോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അദ്ദേഹത്തെ അനുമോദിക്കും. അതിന് സകലവിധ ഒത്താശയും ചെയ്തു കൊടുത്ത നിയമമന്ത്രി രാജീവിന് അങ്കത്തുണയ്ക്ക് പോയ ആറ്റുമണമ്മലെ ഉണ്ണിയാർച്ചയുടെ ആ നേർപങ്ങളായ നമ്മുടെ ബിന്ദു ടീച്ചറെയോ അഭിനന്ദിക്കുന്നു. ഈ ഒരുപാട് വിദ്യാർത്ഥികളെ പല രീതിയിലും ബുദ്ധിമുട്ടിച്ചു, അധ്യാപകരെ ബുദ്ധിമുട്ടിച്ചു. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ പോലും ആളില്ലാതെ പല സ്ഥലത്തും സർട്ടിഫിക്കറ്റുകൾ കുന്നുകൂടി കിടന്നു. അങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞ് ഏതായാലും കലങ്ങി തെളിയുകയാണ്. രാഷ്ട്രപതിയുടെ മുമ്പിലിരിക്കുന്ന ബില്ല് അവിടെ തന്നെ പൊടി പിടിച്ചിരിക്കുകയാണ്. രാഷ്ട്രപതി എന്ന് ഒപ്പിടുന്ന ആർക്കും അറിയില്ല. അപ്പം ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ വിദ്യാർത്ഥികളെ കരുതിയിട്ടാണെങ്കിലും അധ്യാപകരെ കരുതിയിട്ടാണെങ്കിലും അനധ്യാപകരെ കരുതിയിട്ടാണെങ്കിലും നല്ലവരായ നാട്ടുകാരെ കരുതിയിട്ടാണെങ്കിലും ഇവർ ഒത്തീർപ്പിലേക്ക് പോയത് നന്നായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നേരത്തെ എത്തപ്പൈക്കാർ നമ്മുടെ കേരളോർമ്മ കോളേജിൻ്റെ മുമ്പിൽ കെട്ടിത്തൂക്കിയ ബാനറുകൾ ഓർമ്മയുണ്ടാവും. ഇവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന്. ഇപ്പം സംഭവിച്ചിട്ടുള്ള ഇതാണ്, ഗവർണറുടെ പരിപ്പ് വെന്തു. എന്താണ്, ചാൻസലേഴ്സ് ദാൽ വാസ് കുക്ക്ഡ് ഹിയർ എന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ല. ഗവർണറുടെ പരിപ്പ് വെന്തു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളം.